നമസ്കാരം. കരൾ രോഗത്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞത്. 2010 മാർച്ച് 2026. അപ്പം മഞ്ഞപ്പിത്തം, ശ്വാസം മുട്ടൽ, അവസ്മാരം. അപ്പോൾ ഇതിപ്പോൾ പല ആളുകളും പറയലുണ്ട്, ഒരു കിയാർനെല്ലി എടുത്തിട്ട് കുടിച്ചാൽ, അരച്ചിട്ട് കുടിച്ചാൽ ഈ സാധനം പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അത് തെറ്റാണ്. അപൂർവം ഏതെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ അത് നടക്കാൻ സാധ്യതയുണ്ട്. അപൂർവത്തിൽ ഒരാൾക്ക് അത്രയേ അത് നടക്കൂ. കാരണം അതൊരുപാട് പയറ്റി നോക്കിയത് കൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ചൊറിയാസിസ് രോഗം, അത് കരൾ രോഗമാണ്. ചൊറിയാസിസ് മാത്രമല്ല കരൾ രോഗം. കരൾ രോഗം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം, അപസ്മാരം, ശ്വാസം മുട്ടൽ, മുട്ടുവേദന, തണ്ടൽ വേദന, ഇതൊക്കെ കരൾ രോഗമാണ്. അപ്പോൾ ഈ ചൊറിയാസിസ് നിങ്ങളുടെ കുട്ടികൾക്കുണ്ടായാൽ ഒരിക്കലും നിങ്ങൾ പോയിട്ട് ഇംഗ്ലീഷ് മരുന്നിൽ സ്കിന്നിൻ്റെ ചികിത്സ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങൾ ഒരുപാട് തരം ഉണ്ടാവും. അതുപോലെ അരിഷ്ടം ആശമോ ഒന്നും ഇവർക്ക് കൊടുക്കരുത്. അത് ചൊറിയാസിസിൻ്റെ സൂക്കടല്ല. അത് പുറമെ മരുന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് വലിക്കരുത്. അതും ചെയ്യരുത്. അതും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മരുന്നുണ്ട്. അത് ചിലപ്പോൾ ചിലവർക്ക് ഒരൊറ്റ തവണ, ചിലവർക്ക് 6 ദിവസം, ചിലവർക്ക് 10 ദിവസം, ചിലവർക്ക് 1.5 മാസം, ചിലവർക്ക് 3 മാസം വരും. അല്ലാതെ അത് പറ്റില്ല. അത് അങ്ങനത്തെ സംവിധാനമാണ്. പക്ഷേ ഒന്നുണ്ട്, അത് വൃത്തായിട്ട് പോകും കേട്ടോ. അതിന് യാതൊരു തർക്കം വേണ്ട. അപ്പോൾ ചിലവരുണ്ട് അതുപോലെ കല്ലൂരിക്ക് വെച്ചാൽ നമുക്ക് ഈ സാധനങ്ങൾ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയും. അതും തെറ്റാ. അതിന് ചില പ്രത്യേകതകളുണ്ടായി കൂടെ പോകും. ഇപ്പോൾ ഷുഗറുള്ള ആളുകൾക്ക് കല്ലൂരിക്ക് ഒരുപാട് കാലം കഴിച്ചാൽ അത് ക്ലിയറായി കിട്ടും. ഉള്ളതിന് അതിന് തർക്കമൊന്നുമില്ല കല്ലൂരിക്ക്. പക്ഷേ അത് ആരെ കൊണ്ട് അത്ര കഴിക്കാൻ പറ്റും? ഒരാളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് ഒരു മുടക്കി സാധനം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഈ ചൊറിയാസിസ് രോഗങ്ങളുണ്ടായാൽ വെള്ളപ്പാണ്ട് വരും. ചൊറിയാസിസ് രോഗത്തിന് മരുന്ന് വെച്ചില്ലെങ്കിൽ വെള്ളപ്പാണ്ട് വരും. ആ വെള്ളപ്പാണ്ട് ഇവർക്ക് മാത്രമല്ല, ഈ കുട്ടികൾക്കും, ഈ കുട്ടിയുടെ മാതാവിനും പിതാവിനും, ഈ കുട്ടികൾക്ക് ഇനി ജനിക്കാൻ വരുന്ന തലമുറ കംപ്ലീറ്റ് കുട്ടികൾ ഹാർട്ട് ബ്ലോക്കുള്ള കുട്ടികളാവും. ഹാർട്ട് ബ്ലോക്ക് അതൊന്നും നേരാക്കാൻ പിന്നെ കൂട്ടിയാൽ പറ്റില്ല. കാരണം അതിനും പറ്റണമെങ്കിൽ പച്ചമരുന്ന് വെച്ചിട്ട് ഇത് മാറ്റണം. അല്ലാതെ നടക്കില്ല. അത് മാറിയതിൻ്റെ ശേഷമേ പറ്റും. ഇവർക്ക് പെട്ടെന്ന് എയ്ഡ്സ് രോഗം വരില്ല. അതേ സ്ഥാനത്ത് കടിക്കണ ജീവികളുടെ വിഷം പെട്ടെന്ന് കയറും. കാരണം പ്രതിരോധ ശക്തി കൂടുതലാണ്. എന്ത് കിട്ടിയാലും പെട്ടെന്ന് സാധനമാണ്. പെട്ടെന്ന് പനി വരും, ജലദോഷം വരും, അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അതിൻ്റേതായ ചുറ്റുപാട് കൂടെ വേണം പോകാൻ. ഇംഗ്ലീഷ് മരുന്നിനെ ആശ്രയിച്ചിട്ട് നിങ്ങൾ പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോയാൽ വലിയ ഗുണം, പാരദോഷികം നിങ്ങൾക്ക് കിട്ടും എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഒരു വീട്ടിൽ 10 പേർക്ക് ക്യാൻസർ, ഒരു വീട്ടിൽ 100 പേരുണ്ടെങ്കിൽ അവർക്ക് ഫുള്ളായിട്ട് ഹാർട്ട് രോഗികളാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഈ പദം തന്നെ തെറ്റാ. കാരണം രോഗത്തിന് മരുന്ന് കഴിക്കാത്തതുകൊണ്ട് ഇത് കൂടിപ്പോയതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും? രോഗത്തിന് ഒന്നിനും മരുന്നില്ല, ഒരു സ്ഥലത്തുമില്ല. ഒരാൾക്ക് ഓപ്പറേഷൻ ഇല്ലാണ്ട് ഈ രോഗങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും. ആകെ മനുഷ്യരുണ്ടാകുന്നത് ഒന്നുകിൽ ആക്സിഡൻറ്റ് കരൾ രോഗമായിട്ട് മാറി, ടെൻഷൻ കരൾ രോഗമായിട്ട് മാറി, അതുപോലെ മൂത്രക്കല്ല് കരൾ രോഗമായിട്ട് മാറി. മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റമൂലി കൊണ്ട് നിങ്ങളിത് വിജയിപ്പിക്കാം എന്ന് നിങ്ങളാരും കരുതല്ലേ. വിജയിപ്പിക്കാൻ സാധിക്കില്ല. അതിന് യാതൊരു തർക്കവുമില്ല. അതുപോലെ ഈ കരൾ രോഗം നമ്മൾ കണ്ടെത്താൻ, അതായത് എയ്ഡ്സ് കരൾ രോഗമാണ്, 6 തവണത്തെ 12,000 രൂപയുടെ അരച്ച മരുന്നും 30 ലിറ്റർ കഷായം ഉപയോഗിച്ചാൽ ഒരു വിധമുള്ളവരിലൊക്കെ എയ്ഡ്സ് മാറും. എയ്ഡ്സ് മാത്രമല്ല മാറുന്നത്, അയാൾ പിന്നീട് ഹാർട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, അയാൾക്ക് മൂത്രസഞ്ചി പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇംഗ്ലീഷ് മരുന്നേര് പറയുന്നതിന് മരുന്നില്ല, രോഗമില്ല, ഇതില്ല. അതായത് എല്ലാവരും ഒരുമിച്ച് പറ്റിക്കലാണല്ലോ ഇവരെ പണി. ഒരുമിച്ച് പറ്റിക്കലാണല്ലോ. കാളിയും പെടില്ല, കയറും പെടില്ല. എന്നിട്ട് ഇതിങ്ങനെ ചെയ്തില്ല വെച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാട്ടുകാരുടെ മുഴുവൻ എല്ലാ സാധനത്തിനും ഗ്യാരണ്ടി ഇവിടുത്തെ ഇംഗ്ലീഷ് മരുന്നേരല്ലേ. ഈ ആസ്പത്രികൾ മിരട്ടൽ നിങ്ങൾ കൊടുക്കരുത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞങ്ങൾ ഗ്യാരണ്ടി ഇല്ല എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ഈ ആസ്പത്രിക്കാരെ ഗ്യാരണ്ടി വല്ലതും കിട്ടണ്ടോ? അവരെ ഗ്യാരണ്ടി കിട്ടുന്നുണ്ട്, അവരെ പള്ളിത്തോടി കൊണ്ടുപോയി കുഴിച്ചിടാൻ. അത് ഗ്യാരണ്ടി അവർ തരുന്നുണ്ട്, എല്ലാ ഗ്യാരണ്ടിയും വാരണ്ടിയും തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്വാസം മുട്ടൽ ഉണ്ടാവുന്നവരും അപസ്മാരം മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നവരും കരൾ അത് കൃത്യമായിട്ട്. അതേമാതിരി ചില കുട്ടികൾ കണ്ടല്ലോ ഓട്ടിസം ബാധിച്ചാൽ, അതൊക്കെ കരൾ രോഗമാണ്. പക്ഷേ ഞരമ്പിന് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും. ഞരമ്പിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ 2-3 മാസം 5-6 മാസം ചെയ്യേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 കൊല്ലം വെറുതെ ഇരിക്കേണ്ടി വരും, അല്ലാണ്ട് നടക്കില്ല. കാരണം ഞരമ്പിന് കംപ്ലയിൻ്റ്, ഇപ്പോൾ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെയൊക്കെ അമ്മമാർ വല്ലാണ്ട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഒന്ന് കൈ പൊതിച്ച സ്ഥലമിട്ടടിക്കാൻ ഞാൻ. കാരണം അവരിഞ്ഞ് അടുത്തൊരു കാര്യം അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് ആശുപത്രിയിൽ നിന്നാണത് പറ്റി ആശുപത്രിയുടെ പേരിൽ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കണം. 25,000 രൂപ വക്കീലിൻ്റെ ഫീസ് കൊടുക്കണം. എന്നിട്ട് ഈ കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ മരുന്ന് വാങ്ങിയ ബില്ലും അത് പ്രസവിച്ച അന്നത്തെ അവരെ പിന്നെ ഡോക്ടറെ സ്റ്റേറ്റ്മെൻറ്റ് അവരെ ബുക്കുണ്ടാവും നിങ്ങളുടെ കയ്യിൽ, അത് മതി. അതായിട്ട് കേസ് കൊടുക്കന്നെ വേണം, കൂടാണ്ട് കഴിയില്ല. കാരണം അതൊരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ കൊടുത്തിട്ട് ഒരു വല്ലാതെ പറ്റിക്കുന്നടത്തുണ്ട്. അതിന് എല്ലപ്പോഴും പോലെ ആളാവണ്ട. അപ്പം നേഴ്സുമാരെ സമരത്തിൽ അവർ കാണിക്കുന്നതല്ലേ, ആ ഊർജ്ജയിലും മറ്റുള്ളതിനും കൂടി കാണട്ടെ. മനസ്സിലായില്ലേ? ആളുകളെ വെറുതെ പറ്റിച്ചാൽ പോരാ, അതും ചെറിയ ലെവലിലൊന്നുമല്ല, നല്ല ലെവലിൽ പറ്റിക്കുക. അവർ എത്ര പൈസ വാങ്ങിയോ അത് എൻ്റെ പ്രശ്നമേ പറ്റില്ല. പക്ഷേ ഇത് മുടക്കിയവർക്ക് വിജയം ഉണ്ടാവും. ഇപ്പോൾ കയ്യിൻ്റെ എല്ല് പൊട്ടിയാൽ നമ്മളിവിടെ വാങ്ങുന്നത് 500 രൂപയാണ്. കയ്യിൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെ എല്ല് പൊട്ടിയാൽ ചെറിയൊരു കേടിന് 500 രൂപയാണ്. അത് കൂടുതലുണ്ടെങ്കിൽ 5000 രൂപ വാങ്ങും, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ. ലേസൊക്കെ ഉണ്ടെങ്കിൽ 2000 രൂപ കൊടുക്കും, ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ. അതിൽ ലേസം കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ ഇത് പഠിക്കും. അപ്പോൾ സിസ്റ്റം അതുപോലെ 2-3 സിസ്റ്റമാണ്. പിന്നെ അത് വലിയ അപകടം വന്നിട്ടെന്ന് വിചാരിച്ചാൽ 1,00,000 രൂപ കൊടുക്കും. അപ്പോൾ അവർക്ക് പോയിട്ട് മരുന്ന് തന്നെ ഉണ്ടാക്കാൻ 3 തവണയായിട്ടാണ് 3 തവണയായിട്ടാണ് മരുന്നുണ്ടാക്കുക. ആദ്യം അവർക്ക് മേല് ഫുള്ളായിട്ട് പുരട്ടണം മരുന്നുണ്ടാക്കുക. അതിൽ അരമണിക്കൂർ നേരം കൊണ്ട് അവൻ്റെ വേദന മാറി കിട്ടും. രണ്ടാമത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ചതഞ്ഞ നീരൊക്കെ പോകാനുള്ളതാണ് ഉണ്ടാക്കുക. മൂന്നാമത്തെ ഉണ്ടാക്കുക ഈ 2-3 മരുന്ന് വെച്ചിട്ട് ഉണ്ടായവൻ്റെ തൊണ്ട അതിൽ കൊണ്ട് അടർപ്പ് കുടുങ്ങിയിട്ടുണ്ടാവും, അതൊന്ന് ശരിയാക്കണതാണ് ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരി നമുക്ക് നോക്കണമെന്ന് പറയും. ചിലവർക്ക് ഒന്നും വേണ്ടിയല്ല. മനസ്സിലായില്ലേ? അപ്പോൾ 1 മാസം കഴിഞ്ഞാൽ അവർക്ക് ഒരൊറ്റ തവണ മരുന്ന് മതി. ഇപ്പോൾ ഈ കൈ മുറിഞ്ഞാലൊക്കെ നമ്മൾ ചെയ്യുന്ന പണി അങ്ങനെ. ഇതിന് പകരം ഇംഗ്ലീഷ് മരുന്നേർ ആ കയ്യിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ 2,00,000 രൂപ 2,25,000 രൂപ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കമ്പി ആയിട്ടാണ്. എന്നിട്ട് ആ കയ്യിന് ജീവിതകാലം വരെ അവന് ഉപയോഗിക്കരുത് ഇത്തരത്തിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മോശത്തരായിട്ട് ചിന്തിക്കരുത്. ആവശ്യമുള്ള ഇത് നോക്കണം. ഷോക്ക് വന്ന ആളുകൾ അതുപോലെ കിഡ്നി ഇന്ന് കംപ്ലൈൻ്റ് ആയവർക്കൊക്കെ 1 ലിറ്റർ മരുന്ന് 40,000 രൂപയുടെ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 2-3 മാസം വെറുതെ ഇരുന്നിട്ട് വെറും പച്ചവെള്ളം കഴിക്കുക. അതായത് നിങ്ങൾ നേരത്തെ ഭക്ഷണം നിങ്ങൾ എന്താ വെച്ചാൽ കഴിച്ചോ, ബിരിയാണി നെയ്ച്ചോറും കഴിക്കാതിരുന്നാൽ മതി, പിന്നെയുള്ള ഒക്കെ കഴിച്ചോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് ഒരു 10-15 തവണ കഴിക്കുക. ഒരു ഗ്ലാസ് പച്ചവെള്ളം അത് രാവിലെ എണീച്ചേക്ക് എപ്പോൾ ഭക്ഷണം കഴിച്ചാലും വൈകുന്നേരത്ത് ഉറങ്ങുമ്പോഴും അങ്ങനെ ചെയ്യണം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 10-12 തവണയായിട്ട് കഴിക്കുക. ഇത് പോയിട്ട് പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ട് മതി അടുത്തത്. ഇനി വേണോ വേണ്ടേ എന്ന് നമുക്ക് നോക്കിയിട്ടേ തീരുമാനിക്കണ്ടോ. നിങ്ങൾ ടെൻഷൻ അടിച്ച് ഓടിയോണ്ടൊന്നും കാര്യമില്ല, അത് കാര്യം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് തമാശ കളിക്കാനുള്ളതൊന്നും അല്ല ഇത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഉപ്പ്, പഞ്ചസാര, വെള്ളം, തീ, ഇതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണം. ഇതുകൊണ്ടാണോ ബിരിയാണി വെക്കുന്ന സാധനം മനസ്സിലായില്ലേ, പായസം വെക്കുന്നത് മനസ്സിലായില്ലേ, ഏതൊക്കെ തരം പായസമാണ് വിചാരിച്ചാൽ അതിനുള്ളതൊക്കെ ഉൽവണ്ണം ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതിലൊക്കെ ഉള്ളതല്ലേ. കൂടുതൽ പിന്നെ സാധനങ്ങൾ വേണം, 1000 സാധനങ്ങളുണ്ടാവും, അതൊക്കെ ശരിയാണ്. അതൊക്കെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അത് കിട്ടാത്തൊരു മുതൽ കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്കിതിങ്ങനെ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ബെല്ല് പൊളിച്ചുകൊണ്ടും മറ്റാക്കിക്കൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ വയനാട്ടുകാർ കംപ്ലീറ്റ് മരുന്നിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് മരുന്നും ആദിവാസികളുടെ അടുത്തുണ്ട്, വയനാട്ടിലുണ്ട് പറഞ്ഞിട്ട് ഓടുക. വയനാട്ടുകാർ എൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ വെള്ളപ്പാണ്ട് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ടൊന്നും കാര്യമില്ല. അത് നിങ്ങൾ മരണക്കുഴിയിലേക്കാണ് പോകുന്നത്.
സ്റ്റോക്കുള്ള ആളുകളോടും കിഡ്നി കേടുവന്നവരോടും എനിക്ക് പറയാനുള്ള അതാണ്, മരണമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, മറ്റുള്ള വഴിയില്ല. നിങ്ങൾ മാറ്റി ചിന്തിക്കും. അപ്പോൾ ഞാൻ കൊപ്പത്തുണ്ടാവും 10:30 മണി മുതൽ. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കൊന്ന് പൂട്ടിപ്പോരും, 4:30 വീണ്ടും തുറക്കും. അവിടെ ഉണ്ടാവും. ഇന്ന് പൈസ അടച്ചാൽ നാളെ മരുന്ന്. പിന്നെ എമർജൻസി ഉള്ള മരുന്ന് 2 മണിക്കൂർ നേരം കൊണ്ട് നിങ്ങൾക്ക് മരുന്നുണ്ടാക്കി തരും. അതിൻ്റെ പൈസ അടക്കണം. എത്ര പൈസ അടയ്ക്കുമെന്ന് പറയാൻ ഗൂഗിൾ പേയിൽ പൈസ അടക്കാം, എന്നാലും മരുന്നുണ്ടാക്കിയിട്ട് വരും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ എൻ്റെ പേരക്കുട്ടികളൊക്കെ വന്നിട്ട് ഒന്ന് ശരിയാവേണ്ടതുണ്ട്. അതാണ് എൻ്റെ ഒരു തട്ടിത്തടസ്സം ഇപ്പോൾ ഉള്ളത്. എന്നാലും ഞാൻ എൻ്റെ അടുത്തേക്ക് വന്ന ഒരാളെയും മടക്കി വിടില്ല. ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് 90%, 80% ക്ലിയറാവുന്ന തരം തന്നെ ചെയ്യും, മരുന്ന് തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ചിലവിലാണ്. നിങ്ങൾ ഇന്ന് പൈസ അടച്ചാലേ നാളെ മരുന്ന് ചെയ്യും. പൈസ അടച്ചില്ല വെച്ചാൽ ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾ ഓർക്കണം. അസ്സലാമു അലൈക്കും.